സാർ നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പത്രവാർത്ത, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി കേളപ്പജിയുടെ പേരിലുള്ള അവാർഡ് ഇന്ന് വിതരണം ചെയ്തിരിക്കുന്നു. അത് KTCയുടെ മാതൃഭൂമിയുടെയും ഒക്കെ തലപ്പത്തിരിക്കുന്ന ആദരണീയനായ PV ചന്ദ്രൻ സാറിനാണ് അവാർഡ് കൊടുത്തിരിക്കുന്നത്, അവാർഡ് കിട്ടിയിരിക്കുന്നത്. അവാർഡ് നൽകിയത് ആദരണീയനായ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയാണ്. അതാണ് ഇന്നത്തെ വാർത്ത. എനിക്ക് ശ്രീധരൻപിള്ളയെക്കുറിച്ചോ അല്ലെങ്കിൽ PV ചന്ദ്രനെക്കുറിച്ചോ അല്ല സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് കേളപ്പജിയെക്കുറിച്ചാണ്, രണ്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ചാണ്. ആ ഓർമ്മകൾ ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടർച്ച എന്ന നിലക്ക് കൂടി ഗുരുവായൂർ സത്യാഗ്രഹത്തിനൊരു ബന്ധമുണ്ട്. 31 അല്ലേ? അല്ല, 24 25 വൈക്കം സത്യാഗ്രഹം, 31-32 ഗുരുവായൂർ സത്യാഗ്രഹം വരുന്നത്. ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രത്യേകത ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടന്ന ഒരു സത്യാഗ്രഹമല്ല. അത് വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ആ സത്യാഗ്രഹം നടന്നത്. എന്തുകൊണ്ടാണ് ഈ ഞാൻ ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളല്ല. അതെന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ജാതി വിഭാഗങ്ങൾക്കും അവരുടേതായ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. കുടുംബങ്ങൾക്ക് കുടുംബക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കടപ്പുറത്തൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ കൂടുതൽ കുരുംബക്ഷേത്രങ്ങളുണ്ട്. കടപ്പുറങ്ങളിൽ എല്ലാ കടപ്പുറത്തും ഉണ്ട്. കുരുംബ മീൻസ് ഇത് ദുർഗാദേവി ക്ഷേത്രങ്ങളാണ്. ദേവീ ക്ഷേത്രങ്ങളാണ്, ദുർഗാദേവി ക്ഷേത്രങ്ങളാണ്. അത് പല ക്ഷേത്രങ്ങൾക്കും 1200, 1300 കൊല്ലക്കാലത്തെ ചരിത്രമുണ്ട്. ആ ക്ഷേത്രങ്ങൾ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നതും ഓൺ ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും മുക്കുവരാണ്. ശരിക്കും കടലമ്മ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ, കടലമ്മ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അത് ഇദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റാണ്. തകഴി ഉണ്ടാക്കിയെടുത്ത ഒരു കൃത്രിമമായ കൺസെപ്റ്റാണ്. ശരി, അങ്ങനെ ചില വിശ്വാസത്തിൽ അതില്ല. വിശ്വാസത്തിൽ കടലേ ഉള്ളു, കടലിൻ്റെ നീതിയേ ഉള്ളു. അതിലൊരു ഡിവൈനിറ്റി ഇല്ല. ഡിവൈനിറ്റി ഉണ്ട്. കടൽ ഡിവൈനാണ്. അതെ, അല്ലാതെ കടലമ്മ എന്ന ഒരു തിയോളജി ഇല്ല. കടൽ ഡിവൈനാണ്. കടൽ ഡിവൈനാണ്. കാരണം കടലിൻ്റെ ഭാഷ, കടലിൻ്റെ മണം, കടൽ ചൂര് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? കടലിൻ്റെ സ്വഭാവം ഇതൊക്കെ മനസ്സിലാക്കുന്നതാണ്. അത് മുക്കുവർക്കേ മനസ്സിലാക്കും. എനിക്ക് തോന്നുന്നത് കടലും കടലമ്മയൊക്കെ ആയിട്ട് സാറിനോട് സംസാരിക്കണം വേറിട്ട്. വൈക്കം സത്യാഗ്രഹത്തിലേക്ക്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൽ ഈ ബേക്കൽ കോട്ടയുടെ അടുത്തൊരു കുരുംബക്ഷേത്രം ഉണ്ട്. അതിനുള്ളിലല്ല, പുറത്ത് എൻട്രൻസിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക്. അതവിടുത്തെ മുക്കുവരുടെയാണ്. ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായിരിക്കുമ്പോൾ അവിടുത്തെ ഒരു പരിപാടിക്ക് പോയിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും 1300 കൊല്ലത്തെ ചരിത്രം ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് അതിനെ. പക്ഷേ 1700 കൊല്ലത്തെ രേഖകൾ അവരുടെ കയ്യിലുണ്ട്. ഇതിങ്ങനെ നമുക്ക് ത്രൂ ഔട്ട് കാണാൻ കഴിയും. പിന്നെ കാട്ടിൽ പോകണമെങ്കിൽ വനദുർഗ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ആരുടെ ക്ഷേത്രത്തിൽ ആർക്ക് പ്രവേശനം കൊടുത്തു എന്നതാണ് ക്ഷേത്രപ്രവേശനം. ഈ ക്ഷേത്രങ്ങളിലൊക്കെ ആ ജാതിക്കാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നല്ലോ. അവർക്ക് ക്ഷേത്രങ്ങളുണ്ടല്ലോ, ദുർഗാക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളും പിന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളും. അതാത് ജാതിക്കാർക്ക് അതാത് ജാതിയുടെ ക്ഷേത്രങ്ങളിൽ പ്രവേശനമുണ്ട്. അല്ല, അവർ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച് ആരാധന നടത്തിക്കൊണ്ടിരുന്നു. അപ്പം പിന്നെ ആരുടെ ക്ഷേത്രത്തിലെ പ്രവേശനമാണ് ഈ തിരുവിതാംകൂറിൽ നടന്നു എന്ന് പറഞ്ഞ മഹത്തായിട്ടുള്ളൊരു കാര്യം. 36 നടന്നു സംഭവം. അതാരുടെയാണ്? തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഇതര ജാതിക്കാർക്ക് പ്രവേശനം കൊടുത്തു എന്നത് മാത്രമാണ് അതിൻ്റെ പ്രത്യേകത. അല്ലാതെ ഈ തിരുവിതാംകൂർ മഹാരാജാവ് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം കൊടുക്കുന്നതിന് മുൻപ് ഇവിടുത്തെ ഹൈന്ദവ വിഭാഗങ്ങൾക്ക് ക്ഷേത്രങ്ങളേ ഇല്ലായിരുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള വ്യാഖ്യാനം തെറ്റാണ്. അങ്ങനെയല്ല. പക്ഷേ പ്രവേശനമില്ലാത്ത കുറേ ജാതികൾ ഉണ്ടായിരുന്നില്ലേ സാർ? പ്രവേശനമില്ലാത്ത ജാതികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരി. എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്നുള്ള വസ്തുതയാണ്. ഇപ്പോൾ അത് പറയുമ്പോൾ ഒരു ഉദാഹരണം, ഒരു ചരിത്ര സംഭവമുണ്ട്. ഈ കാളികുളങ്ങര ക്ഷേത്രം, പറവൂര്, ആ കാളികുളങ്ങര ക്ഷേത്രത്തിലാണ്, ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളാണ്
ഈ ശ്രീനാരായണ ഗുരു ചതിയനും വഞ്ചകനും തെണ്ടിയും തെമ്മാടിയുമാണെന്നും ഇതൊക്കെ ഇദ്ദേഹത്തെ ഹിന്ദു വിരുദ്ധനാണെന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തത് അവരാണ്. ഓ ഓ ഓ ഓ ആ കേസിൽ പ്രതിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം സമാധിയാവുന്നത്. ശ്രീനാരായണ ഗുരുവിനെതിരെ കേസ്. അത് അവിടുത്തെ പ്രബലമായ ഒരു ഈഴവ കുടുംബത്തിൻ്റേതായിരുന്നു. ആ ക്ഷേത്രം ഇവർ ഇദ്ദേഹത്തെ കെട്ടിയേൽപ്പിച്ചതാണ്. ഓ അപ്പോൾ ഗുരു പറഞ്ഞ് നമുക്കിതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ നടത്തുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ ഈ ഷെഡ്യൂൾ കാസ്റ്റിന് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അവരെ ഗുരു അവിടെ പ്രവേശിപ്പിച്ചപ്പോൾ പക്ഷേ അവർ ഗുരുവിനോടൊരു മാന്യത ചെയ്ത് ഗുരുവിനെ തല്ലിയില്ല, ബാക്കി കൂടെ ചെന്ന ഷെഡ്യൂൾ കാസ്റ്റിനെ മുഴുവൻ തല്ലി. എന്നിട്ടാണ് ഈ കേസ് കൊടുത്തത്. അതെ, എന്തായാലും ഈ അപ്പം അതുകൊണ്ട് ആഗ്രഹം അപ്പം ക്ഷേത്രത്തിൻ്റെ പ്രവേശനത്തിന് വേണ്ടി വേണ്ടിയായിരുന്നില്ല. പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പ്രവേശനത്തിന് വേണ്ടി നടന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹം. യെസ്, അതാണ് അതിൻ്റെ അത് നയിച്ചത് കേളപ്പജിയാണ്. യെസ്. അത് കേളപ്പജി വേറൊരു കാര്യമുണ്ട്. കെ കേളപ്പൻ മഹാത്മാഗാന്ധിയുടെ ശിഷ്യനാണ്. ഗാന്ധി എന്ത് പറയുന്നുവോ അതാണ് ചെയ്യുക. മൂത്രം ഒഴിക്കുന്നത് ഞാൻ തമാശക്ക് പറയാറുണ്ട്, മൂത്രം ഒഴിക്കണമെങ്കിൽ പോലും ഗാന്ധി പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ചെയ്യുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷേ മാത്രമല്ല, അദ്ദേഹം ഗാന്ധി നിർദ്ദേശിച്ച രീതിയിൽ സനാതന ഹിന്ദുവായി ജീവിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ് കേളപ്പൻ. സനാതന ഹിന്ദു ഗാന്ധി അത്തരം ഗാന്ധിയന്മാർ കുറവാണ്. അത്തരം ഗാന്ധിയന്മാർ കുറവാണ്. അത് ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഞാൻ സനാതന ഹിന്ദുവാണെന്ന്. വെറും ഹിന്ദു അല്ല, സനാതന ഹിന്ദു. ഗാന്ധിയുടെ രാഷ്ട്രീയം മാത്രമല്ല ഭക്തിയും അതേപടി സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മാത്രമല്ല, വടക്കേ മലബാറിൽ ഈ ഷെഡ്യൂൾ കാസ്റ്റിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരു ഒറ്റയാൻ നേതാവ് ആരാണ്? കെ കേളപ്പനാണ്. വേറെ ആരുമില്ല. ഇനി ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ കൃതിക്ക് അവതാരിക എഴുതിച്ചത് ആരെ കൊണ്ടാണ്? കെ കേളപ്പനെ കൊണ്ടാണ്. ഏത് പുസ്തകത്തിന് സാർ? എനിക്ക് തോന്നുന്നു ബാല്യകാല സഖിയാണെന്ന് തോന്നുന്നു. ആണോ? അത് എം പി പോള്. അത് എം പി പോളാണ്. എന്നാൽ വേറൊരു ഇല്ല, ജയിലിൽ കിടന്ന കാലത്ത് എഴുതിയ ഒരു സാധനമുണ്ട്. അതിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി. കെ കേളപ്പനാണ് അതിനകത്ത് അവതാരിക എഴുതിയേക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം അവർ സുഹൃത്തുക്കളാണ്. കേളപ്പജിയുടെ സാഹിത്യം ആസ്വാദനം ഒക്കെ എങ്ങനെയാണ്? നല്ല വായന? വളരെ വലിയ രീതിയിൽ ഉദാത്തമായ സാഹിത്യ കൃതികൾ ആസ്വദിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ഈ ഇപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ വീട്ടിൽ പോയി എടുത്തിട്ട് ഈ ബഷീറിൻ്റെ കൃതി എടുത്തിട്ട് ഈ അവതാരിക ചെറിയൊരു ഇതാണ്, എന്തൊരു മനോഹരമായിട്ടാണ് എഴുതിയേക്കണമെന്നറിയാമോ? ഓക്കെ. അപ്പോൾ കേളപ്പജി അതാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ അദ്ദേഹത്തെ വിലമതിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെഡ്യൂൾ കാസ്റ്റിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സമരം നയിക്കുകയും അപ്പോൾ അവർ ഭൂമി കയ്യേറിയെന്ന് പറഞ്ഞ് കേളപ്പജിയുടെ അടുത്ത് ചെന്ന് അവർ നിങ്ങളുടെ ഭൂമി അടക്കം കയ്യേറിയെന്ന് പറഞ്ഞ് കയ്യേറിയെന്ന് ചോദിച്ചു. കയ്യേറി. അപ്പോൾ എൻ്റെ സമരം വിജയിച്ചു എന്ന് പറഞ്ഞു. കാരണം അവരതിന് പ്രാപ്തനാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മുഴുവൻ ചെയ്തത്. പക്ഷേ വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും തമ്മിൽ ഞാൻ കണ്ടൊരു വ്യത്യാസം, ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ കണ്ടൊരു വ്യത്യാസം, വൈക്കം സത്യാഗ്രഹം 20 മാസം കൊണ്ട് ഫലം കണ്ടു. എന്നുവെച്ചാൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തും വഴി നടക്കാൻ അവകാശം ചോദിച്ചതിന് ഒരു ഭാഗം മാത്രം സവർണർക്ക് വിട്ടുകൊടുക്കുകയും ബാക്കി 3 ഭാഗം തുറന്നു കൊടുക്കുകയും ചെയ്തു. അതൊരു റിസൾട്ട് ഉണ്ടായി. പക്ഷേ 31-32 കാലത്ത് കേളപ്പജി ഉൾപ്പെടെ സത്യാഗ്രഹം അനുഷ്ഠിക്കുകയും മഹാത്മജി ഇടപെട്ട് നിർത്തുകയൊക്കെ ചെയ്തിട്ടും സ്വാതന്ത്ര്യം വരെ 47 വരെ പ്രവേശനം അല്ല എന്ന് മാത്രമല്ല, ആ സമരത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നായകരിൽ ഒരാൾ ഉയർന്നു വന്നത്. കൃഷ്ണപിള്ളയാണോ? കൃഷ്ണപിള്ളയല്ല, സാക്ഷാൽ എ കെ ജി വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു കണ്ണൂരിൽ നിന്നുള്ള. അപ്പോൾ ഈ എ കെ ജിയെ തല്ല് കൃഷ്ണപിള്ളക്കല്ലേ ആദ്യം തല്ലുകൊണ്ടു? കൃഷ്ണപിള്ളക്ക് തല്ലുകൊണ്ട് മണിയടിച്ചതിന് അതെ, അത് എ കെ ജിക്ക് തല്ലുകൊണ്ട് മർദ്ദിച്ചു. എ കെ ജിയെ മർദ്ദിച്ച് കഴിഞ്ഞപ്പോഴൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ എ കെ ജിയുടെ ചേട്ടനുണ്ട് ഒരു നമ്പ്യാർ, അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി. അവസാനം നമ്പ്യാരുണ്ട്. പുള്ളി ഇതൊന്നും നോക്കാൻ പോയില്ല, ഗാന്ധി ഒന്നും നോക്കിയില്ല. പുള്ളി അവിടെ നിന്ന് ഈ വടക്കേ മലബാറിൽ നിന്ന് യാത്ര ചെയ്ത് ഗുരുവായൂർ വന്നിട്ട് പുള്ളിയെ തല്ലി എന്ന് പറഞ്ഞവരെയൊക്കെ തിരിച്ചു നടന്ന് തല്ലിയിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. അഹിംസയൊക്കെ മാറ്റി വെച്ചു. അല്ല, പുള്ളിക്ക് അഹിംസയില്ല, അനിയനെ തല്ലി എന്ന് അറിഞ്ഞപ്പോൾ വന്നതാണ്. അത്രേ ഉള്ളൂ. ഈ അധികം പേർക്ക് അറിയാത്തൊരു കാര്യം, ഈ കേളപ്പൻ്റെ ശിഷ്യനാണ് എ കെ ജി. അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ജനങ്ങളുമായിട്ട് ഇടപെടാൻ എ കെ ജിക്ക് തടസ്സങ്ങളുണ്ടായിരുന്നില്ല. ഓ, അത് സത്യമാണല്ലോ.
അത് തന്നെ ജനങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ മെറിറ്റ് അതായിരുന്നല്ലോ. അത് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നിങ്ങളോട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണെന്നല്ല ചോദിക്കുന്നത്, നിങ്ങൾ ഭക്ഷണം കഴിച്ചു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ഇതിവിടെ ഡൽഹി ചെന്ന എല്ലാവർക്കും ഇൻക്ലൂഡിങ് വി കെ മാധവൻകുട്ടി വി കെ മാധവൻകുട്ടി പിന്നീട് പ്രമാണിയൊക്കെ ആയല്ലോ. അദ്ദേഹം ഡൽഹി ചെന്ന സമയത്ത് താമസിക്കാൻ സ്ഥലമില്ല. കോൺഗ്രസ് അന്നും ഇന്നും മാതൃഭൂമി അന്നും ഇന്നും കോൺഗ്രസിന് വേണ്ടിയിട്ടാണല്ലോ നിൽക്കുന്നത് എന്നും. അപ്പോൾ കോൺഗ്രസിൻ്റെ പത്രത്തിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും AKGയെ കണ്ടിട്ട് ഡൽഹിയിൽ ചീഫല്ല, ഡൽഹിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി പോയിരിക്കുന്നു. അപ്പോൾ താമസിക്കാൻ സ്ഥലമില്ലെന്നുകൊണ്ട് AKGക്ക് കിട്ടിയ MP ക്വാർട്ടേഴ്സിലാണ് ഇദ്ദേഹം താമസിച്ചത്. അപ്പോൾ ആ ഒരു AKGക്കുണ്ടായ വളരെ വിശാലമായൊരു കാഴ്ചപ്പാട് വരുന്നത് കേളപ്പനിൽ നിന്നാണ്. അതെ അതെ. പിന്നെ സാർ എനിക്കൊരു സംശയം തോന്നിച്ചത്, ഇപ്പോൾ ഈ നവോത്ഥാനം എവിടെ നിന്നാണ് ഉണ്ടാവേണ്ടത്? ഈ മതനവീകരണം, സമുദായ നവീകരണം യഥാർത്ഥത്തിൽ നടക്കേണ്ടത് വിത്തിൻ ദ കമ്മ്യൂണിറ്റി ആണല്ലോ. അതിൻ്റെ ഏറ്റവും നല്ല ഒരു സൂചന ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ഞാൻ വായിച്ചപ്പോൾ കണ്ടതാണ്. ഗുരുവായൂർ അമ്പലത്തിലെ വിശ്വാസികളും ഭക്തന്മാരുമായ സവർണ ഹിന്ദു വീടുകളിൽ വോട്ടെടുപ്പ് നടത്തി KPCC. എന്നിട്ട് അന്ന് ആലോചിച്ച് നോക്കൂ സാർ, 1930കളിൽ മഹാഭൂരിപക്ഷം സവർണന്മാരും പറഞ്ഞു അത്രേ കൊടുക്കണം, ഗുരുവായൂരപ്പനെ കാണാൻ ഈ പാവങ്ങൾ വന്നാൽ എന്താ കുഴപ്പമെന്ന്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു 20,000 പേരിൽ 2,000 പേരോ മൊത്തം 10% താഴെ ആളുകൾ സാമൂതിരി എതിരായിരുന്നു. അതാണ് എൻ്റെ കാരണം അല്ലേ? സാമൂതിരിയുടെ ക്ഷേത്രമുണ്ടല്ലോ, കുടുംബക്ഷേത്രം അവരുടെയാണല്ലോ. സാമൂതിരി എതിരായിരുന്നു. എന്തായാലും ബാക്കി മറ്റുള്ളവരൊക്കെ അനുകൂലം വരുന്നതിന്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ നമ്മൾ കേരളത്തിലെ നവോത്ഥാനം വന്നപ്പോഴാണ് മലയാളി സത്യത്തിൽ മനുഷ്യനായി മാറിയത്. അതുവരെ ഇവർ മനുഷ്യരല്ല. പക്ഷേ ഈ എല്ലാവരും കൂടി ഒരു കോമൺ സ്പേസ് സൃഷ്ടിക്കപ്പെട്ടത് നമ്മുടെ വിദ്യാലയങ്ങളിലൂടെയാണ്. വിദ്യാഭ്യാസം. അതിനകത്താണ് മാധവനും മമ്മദും മത്തായിയും ചാത്തനും ഒക്കെ ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് മാധവന് മനസ്സിലായത് ചാത്തൻ തൊട്ട് കഴിഞ്ഞാൽ ആരും ചാരമാകില്ല എന്നുള്ള കാര്യം അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ നവോത്ഥാന പ്രക്രിയ നടത്തിയത് വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിൽ ഒരു പൊതു ഇടം എന്ന് പറയുന്ന വിദ്യാലയം എന്ന് പറയുന്ന സങ്കല്പമാണ്. അതിനു മുമ്പ് ഗുരുകുലമുണ്ട്. ഈ ഗുരുകുലത്തിലെന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾ ഗുരുകുലത്തിൽ പോകണം, ഗുരുവിന് ഇഷ്ടമുണ്ടെങ്കിൽ മതി. അധ്യാപകരും വിദ്യാർത്ഥികളും ഒരു പൊതുസ്ഥലത്ത് വന്ന് അവർ വിദ്യാഭ്യാസത്തിൽ നിർവഹിക്കപ്പെട്ടപ്പോഴാണ് എല്ലാവരും കൂടി ഒരുമിക്കാനുള്ള അവസരം കിട്ടിയത്. അതെ, ആ പ്രവർത്തനത്തിൻ്റെയും ഒക്കെ മുൻപന്തിയിൽ കേളപ്പജിക്ക് റോളുണ്ട്, വലിയ റോളുണ്ട്. അദ്ദേഹം സ്ഥാപിച്ചൊരു സ്ഥാപനം ഉണ്ടല്ലോ, ഒരു റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ എക്സ്റ്റൻഷൻ സെന്ററാണ്. അക്കാലത്തെ കൺസെപ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഉച്ച വരെ ക്ലാസ്സിലിരിക്കുക, അത് കഴിഞ്ഞ് അധ്യാപകരും കുട്ടികളും. ഇന്നാണെങ്കിൽ അധ്യാപകർ ആ പ്രദേശത്തേക്ക് പോവുക. മനോഹരമായ സ്ഥാപനം. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഒരു കാര്യം കൂടി കേളപ്പൻ്റെ നാമധേയത്തിൽ ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചതിനെ ഞാൻ ആ സമിതിയെയും പ്രശംസിക്കുന്നു, അവരെ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഇത് കിട്ടിയ PV ചന്ദ്രേട്ടനെയും അഭിനന്ദിക്കുന്നു. നന്ദി സർ. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.